മലയോര ഗ്രാമമായ പത്തടിയിലെ ഏക പ്രാഥമിക വിദ്യാലയമായ PPTM LP സ്കൂളിന്റെ 49ാമത് വാർഷിക ആഘോഷം ഫെബ്രുവരി 18-19 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. 18-ന് രാവിലെ സ്കൂൾ മാനേജർ K. പ്രഭാകരൻ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 19-ാം തീയതി രാവിലെ 9:30 മുതൽ പ്രീ പ്രൈമറി കുട്ടികളുടെ കലാവിരുന്ന് അരങ്ങേറുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം 2-ന് ആരംഭിച്ച പൊതുസമ്മേളനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഓഫീസ് റൂമിലേക്ക് ചെന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഈ കുട്ടികളുടെ എണ്ണം എഴുതിയേക്കുന്ന ബോർഡിലേക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട HM സൂചിപ്പിച്ച പോലെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ തുറന്നു പറയുന്നില്ല. എന്നാൽ ആ സംവിധാനങ്ങളെല്ലാം ഉള്ള ഗവൺമെൻറ് സ്കൂളുകൾ തൊട്ടടുത്തുണ്ടായിട്ടും ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നെങ്കിൽ ഉറപ്പായും ഇവിടുത്തെ ടീച്ചർമാരുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാം ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ജിയ സാറിനോട് ചോദിച്ചത്, സാറേ ഇന്ന് ട്രോഫിയുടെ കടയെ കാണാൻ തുടങ്ങി വന്നിട്ട് ഇത്രയും ട്രോഫി ഇവിടെ നിർത്തി വെച്ചേക്കും. അപ്പം നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം ചെറിയൊരു പ്രോത്സാഹനം, ഒരു സമ്മാനം കൊടുത്ത് ആ സമ്മാനം ഞാൻ വാങ്ങിച്ച സമ്മാനം എൻ്റെ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കെല്ലാം കിട്ടും. PTA പ്രസിഡന്റ് നിസാർ പത്തടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 3 മാസം കൊണ്ട് കുട്ടികൾക്ക് കളി രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുന്ന പ്രത്യേക പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ AEO ജഫറുദ്ദീൻ നിർവഹിച്ചു. ASR ഫ്ലുവൻസി ഗെയിം ബൈ അജിൻ ചാലിശ്ശേരി തുടങ്ങി വെക്കുന്ന ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷിൽ അനായാസേന സംസാരിക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുവിധമൊക്കെ മലയാളത്തിൽ സംസാരിച്ചൊപ്പിക്കാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ ഞാനൊരു 2-3 വട്ടം ഒന്ന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? കൊച്ചു ക്ലാസ്സുകളിൽ കമ്മ്യൂണിക്കേഷനിലൂടെ പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലൂടെ രൂപപ്പെട്ടു വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അത് ആര് ചെയ്യണം? ഒരു ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ കമ്മ്യൂണിക്കേറ്റർ ആവണം. അവിടെ ഇംഗ്ലീഷിൽ മാത്രമേ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൂടെ അവർ പരസ്പരം തെറ്റായാലും ശരിയായാലും ഗ്രാമർ ഇല്ലാതെ തന്നെ സംസാരിക്കാൻ ഒരു ശേഷി ഉണ്ടായാൽ കുട്ടികൾ എവിടെയും ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് പറയും. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കുവാൻ ഈ ഒരു പുതിയ പ്രോഗ്രാമിന് കഴിയും എന്ന് ഞാൻ ഉത്തമമായി ആഗ്രഹിക്കുന്നു. മെഗാ ക്യൂസ് അവാർഡ് ജേതാക്കളെ ഗ്രാമപഞ്ചായത്ത് അംഗം MB നസീറും കലാകായിക ശാസ്ത്ര പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശോഭയും PCM സ്കോളർഷിപ്പ് വിജയികളെ ഗ്രാമപഞ്ചായത്ത് അംഗം ഫൗസിയ ഷംനാദും അനുമോദിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് പേരന്റ് എഡിഷൻ സർട്ടിഫിക്കറ്റ് വിതരണം അഞ്ചൽ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഷീലാമണിയും ചിത്രരചന മത്സര വിജയികളെ HM SR സോണിയും ലിറ്റിൽ സ്റ്റാർ ഫെസ്റ്റ് വിജയികളെ സ്കൂൾ മാനേജർ K. പ്രഭാകരനും അനുമോദിക്കുകയുണ്ടായി. BRC ട്രെയിനർ S. അനൂജ്, റിട്ടയർഡ് അധ്യാപിക സാറാമ്മ ജോസഫ്, ടീച്ചർ R. സ്മിത, പ്രീ പ്രൈമറി ടീച്ചർ M. ഹസീന, PTA വൈസ് പ്രസിഡന്റ് R. ലതീഷ് കുമാർ, PTA പ്രസിഡന്റ് A. അസീന, വൈസ് പ്രസിഡന്റ് S. കീർത്തി, PTA അംഗം U. അനീഷ് എന്നിവർ സംസാരിച്ചു. HM SR സോണി സ്വാഗതവും അധ്യാപകനായ B. ജിയാസ് ഖാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.